ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. അപ്പോൾ വിക്രമിന് ജയിൽ ശിക്ഷ വിധിച്ച ശേഷം ഏകദേശം 6 വർഷത്തോളം ശിക്ഷ വിധിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ഈ നാട്ടിൽ താൻ നിന്നിട്ട് കാര്യമില്ലാന്ന് വേദയ്ക്ക് മനസ്സിലായി. പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്രീകാന്തുമായിട്ടുള്ള ഒരു ഫൈറ്റിനൊന്നും വേദയ്ക്ക് ആ സമയത്ത് കഴിയില്ല എന്നുള്ള കാര്യം വേദയ്ക്ക് അറിയാം. പിന്നെ വിക്രം പുറത്തില്ലാത്തതല്ലേ, അപ്പോൾ ആ ഒരു സുരക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. എന്തായാലും കുഞ്ഞിനെ പ്രസവിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടി തന്നെ വേദ ആ സ്ഥലം വിടാണ്. അപ്പോൾ ദൂരെയുള്ളൊരു കൂട്ടുകാരി, ഏകദേശം ഒരു ബോംബെ പോലത്തെ ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് വേദ പോകുന്നത്. അങ്ങനെ അവിടെയാണ് പിന്നീടുള്ള നാളുകളൊക്കെ വേദ കഴിയുന്നത്. അപ്പോൾ ഒരു ജോലി, റേഡിയോ ജോക്കി പോലത്തെ ഏതോ ഒരു ജോലിയൊക്കെ ചെയ്തിട്ടാണ് വേദ ആ കൂട്ടുകാരുടെ കൂടെ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ജീവിതം, അതുപോലെ വിക്രമിനെ കുറിച്ച് ഓർമ്മകളൊക്കെ വേദന അലട്ടുന്നുണ്ട്. വിക്രമിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ കയ്യിലുണ്ട്, അതൊക്കെ വെച്ചിട്ട് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ വേദ. എന്തായാലും വിക്രമിൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, വിക്രമിൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും, അതിനൊരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയിലാണ് വേദ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. അങ്ങനെ വേദ അവിടെ നിന്ന് പോന്ന് അവിടെ തന്നെയാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷും കമലാമ്മയൊക്കെ കൂടിയിട്ട് വിക്രമിനെ കാണാനായിട്ട് ജയിലിലേക്ക് വരുന്നുണ്ട്. അന്നേരം വേദയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കാർക്കും അറിയില്ലല്ലോ വേദ എവിടെ പോയി എന്നുള്ള കാര്യം. സത്യം പറയാതിരിക്കാനും പറ്റൂല. അപ്പോൾ വേദനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിക്രമിനോട് പറയുന്നുണ്ട്. വേദ അവിടെ നിന്ന് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ വേദ അവിടെ തന്നെയാണോ, അതോ ഇനി വേദയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നുള്ളതൊക്കെ അതൊക്കെ അറിയാത്തത് കൊണ്ട് വിക്രം വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്തായാലും അവർ വന്ന് കണ്ടതിന് ശേഷം വിക്രമിൻ്റെ അവസ്ഥ വല്ലാതെ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അലറി വിളിക്കുകയാണ് കേട്ടോ വിക്രം ജയിലിൽ വെച്ചിട്ട്. വേദയ്ക്ക് എന്ത് പറ്റി എന്നറിയാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ വിഷമത്തോട് കൂടിയിട്ട് തന്നെ വിക്രമിൻ്റെ ആ ഒരു ജയിലിലെ ജീവിതം തള്ളി നിൽക്കുന്നത് വേദയാണെന്നുണ്ടെങ്കിലും അത് വിക്രമിൻ്റെ ഓർമ്മകളിൽ തന്നെയാണ്. എന്തായാലും ഇനി ഇത്രയാണ് പ്രമോലൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് ഏകദേശം തമിഴിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും കൊച്ചിനെയും കൊണ്ട് വേദ തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ ആ സമയത്തും അത് വിക്രമിന്റെ കുഞ്ഞാണെന്നുള്ള കാര്യമൊന്നും വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. തമിഴിൽ അങ്ങനെയാണ്, വെളിപ്പെടുത്താതെ തന്നെ വിക്രം അത് തൻ്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കാണ്. കാരണം വിക്രമിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തൊക്കെ അതിനെ ഇല്ലാതാക്കുന്നുള്ളൊരു പേടിയിലാണ് വേദ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും മെയ് 18-ാം തീയതിന്നാണ് ഇനി തുടങ്ങണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന പ്രമോല് മെയ് 25-ാം തീയതി മുതൽ എന്നാണ് എഴുതി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 18-ാം തീയതി അല്ല, ഒരു വീക്കും കൂടെ കഴിയും. അപ്പോൾ അതായത് 2 വീക്കും കൂടെ ഇനി ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി എപ്പിസോഡുകളൊക്കെ തുടങ്ങുന്നുള്ളൂ മെയ് 25-ാം തീയതി മുതൽ. അപ്പോൾ നമ്മൾ റിവ്യൂ ഇട്ട് തുടങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.